27ാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ തയ്യാറായിരുന്ന രാജേഷ് കോമൾ ദമ്പതികളും അവരുടെ മകൾ കവിതയും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കൊല്ലപ്പെട്ട വാർത്ത ഞാൻ മുമ്പ് പങ്കുവച്ചിരുന്നു. വിവാഹ വാർഷികമാണ്, 27ാം വിവാഹ വാർഷികമാണ്. എന്തും വളരെ സന്തോഷത്തോടുകൂടി ഒരു പ്രഭാതത്തിലേക്ക് രാജേഷും കോമളും കവിതയും അതുപോലെ തന്നെ മകൻ അർജുനുമൊക്കെ ഉണരേണ്ട ഒരു പ്രഭാതം. പക്ഷേ എന്തോ അരുതാത്തത് ആ വീട്ടിൽ നടക്കുന്നു. അരുതാത്തത് നടക്കുന്നു എന്ന് പറഞ്ഞാൽ നടന്നത് കൃത്യമായി ഞാൻ പറഞ്ഞു തരാമെങ്കിൽ പോലും അരുതാത്തതാണ് ആ വീട്ടിൽ നടന്നത്. മകൻ പ്രഭാത സവാരിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അദ്ദേഹം സ്ഥിരം പ്രഭാത സവാരിക്ക് പോകാറുണ്ട്. അത് അയൽക്കാർക്കും കടക്കാർക്കുമൊക്കെ അറിയാം. ആ പ്രദേശത്തുള്ള കടയിലുള്ള ആളുകൾക്കൊക്കെ അറിയാം. ഇത് നടന്നത് ദക്ഷിണ ഡൽഹിയിലെ നബ്സരായ് എന്ന സ്ഥലത്താണ്. അതായത് ഡൽഹിയിലെ നബ്സരായ് എന്ന പ്രദേശത്താണ് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത്. അപ്പോൾ ഈ അർജുൻ എന്ന ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് രാവിലെ എണീറ്റിട്ട് അദ്ദേഹം പ്രഭാത സവാരിക്ക് പോവുകയും ചെയ്തു. തിരികെ ഏകദേശം 1 മണിക്ക് 5 മണിക്കാണ് പോകുന്നത്. 1-2 മണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹം പതിവ് പോലെ വീട്ടിൽ തിരിച്ചെത്തി ഉടനെ നാട്ടുകാർ കേൾക്കുന്നത് ഒരു അലറിക്കരച്ചിലാണ്, അലർച്ചയാണ്, ഭയന്ന് വിറച്ചുള്ള കരച്ചിലാണ് കേൾക്കുന്നത്. ഉടനെ നാട്ടുകാർ ഓടിക്കൂടി. കാരണം ഈ പയ്യനെക്കുറിച്ച് നാട്ടിൽ യാതൊരു സംശയങ്ങളോ സന്ദേഹങ്ങളോ ഒന്നുമില്ല. ഈ പയ്യനിങ്ങനെ വീട്ടിൽ വാവിട്ട് കരയുകയാണ്. നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമാണ്. കാരണം എന്താണ്? പാവം രാകേഷ് എന്ന 53 വയസ്സുകാരനും ഭാര്യ 44 വയസ്സുള്ള കോമളും മകൾ കവിതയും 23 വയസ്സുള്ള മകൾ കവിതയും ദാരുണമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്താണ്? കുത്തിക്കൊന്നിരിക്കുന്നു ആരോ. രക്തം തളം കെട്ടി കിടക്കുന്നു. കിടപ്പറയിലും അതുപോലെ തന്നെ മുറിയിലും വീട്ടിനുള്ളിലും രക്തം തളം കെട്ടി കിടക്കുന്നു. ഇത് കണ്ട് നാട്ടുകാരുമാകെ പകച്ചു. ഈ ചെറുക്കൻ്റെ നിലവിളി, പയ്യൻ്റെ നിലവിളി കേട്ട് അവർ അതിനേക്കാൾ സങ്കടപ്പെട്ടു. ഉടനെ തന്നെ നാട്ടുകാരിലാരും ഒരാൾ പോലീസിനെ വിളിച്ചു. പോലീസ് സ്ഥലത്തെത്തുമ്പോഴും പോലീസിനും യാതൊരു എത്തും പിടിയും കിട്ടുന്നത്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഈ 3 പേർ പെട്ടെന്ന് അറ്റ സ്ട്രെച്ചിൽ 3 പേരെയും കൊല്ലപ്പെട്ടിരിക്കുന്നു. മകൻ സ്ഥലത്തുണ്ടായിരുന്നതുമില്ല. മകൻ പ്രഭാത സവാരിക്ക് പോകുന്ന സമയത്താണ് ഈ കൊലപാതകങ്ങൾ നടന്നു എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ആകെ പോലീസ് അന്താളിച്ചു. ഉടനെ തന്നെ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി. മൃതദേഹങ്ങൾ ആശുപത്രിയിലോട്ട് മാറ്റിയതിനു ശേഷം ഫോറൻസിക് ആളുകളെത്തി പരിശോധിക്കുമ്പോൾ അവർക്ക് മറ്റ് ആരുടെയും ഇടപെടൽ നടന്നതായി അവർക്ക് തോന്നുന്നില്ല. സംശയങ്ങൾ അവർക്ക് വർദ്ധിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? പിന്നെ ലോക്കൽ പോലീസ് ഉടനെ തന്നെ സമീപത്തുള്ള CCTV ക്യാമറ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു. അപ്പോഴും ആരുമില്ല. സംശയാസ്പദമായി യാതൊന്നും ആ വീട്ടിൽ സംശയാസ്പദമായി ആരും തന്നെ ആ വീട്ടിലേക്ക് കടന്നു കയറിയിട്ടില്ല. യാതൊന്നും നടന്നിട്ടുമില്ല. പിന്നെ ഇതാരായിരിക്കും ചെയ്തത്? പോലീസ് നായ വന്നു. ഇനി പോലീസ് നായ മണം പിടിച്ചിട്ട് എവിടേക്കെങ്കിലും പോകുകയാണെങ്കിലും പോലീസ് നായ വന്നിട്ടും ഫലം അത് തന്നെ. അപ്പോൾ ആകെ പ്രതിസന്ധി. പോലീസ് ആകെ തല്ലപുകഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചു? ഒടുവിൽ പോലീസ്, കഴിഞ്ഞ വാർത്തയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ, പോലീസിന് ഒരു സംശയം. ഈ പയ്യനെ ഒന്ന് ചോദ്യം ചെയ്താലോ? ഈ പയ്യൻ പ്രഭാത സവാരിക്ക് പോകുമ്പോഴാണല്ലോ ഇത് നടന്നത്. ഇനി അച്ഛന് ആരെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടായിരുന്നോ? അമ്മയോടും അച്ഛനോടും പ്രതികാരം ചെയ്യാൻ വേണ്ടി ആരെങ്കിലും കാത്തിരുന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ ദിവസം തന്നെ, വിവാഹ വാർഷിക ദിവസം തന്നെ, 27ാം വിവാഹ വാർഷികമാണ്. ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ പോലീസിനുണ്ട്. പോലീസ് അർജുൻ എന്ന ചെറുപ്പക്കാരനെ അടുത്ത് വിളിച്ചിട്ട്, കാരണം അയാളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണല്ലോ മരിച്ചു കിടക്കുന്നത്. അപ്പോൾ അയാൾക്ക് അത്രയും സങ്കടവും ടെൻഷനും ഒക്കെ ഉണ്ടാകും. അപ്പോൾ വളരെ സൗമ്യമായിട്ടാണ് പോലീസ് ചോദിക്കുന്നത്, മോൻ എന്താണ് സംഭവിച്ചത്? അപ്പോൾ അവൻ കാര്യം ആദ്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? പതിപോലെ ഞാൻ രാവിലെ എണീറ്റു, അച്ഛനും അമ്മയും വിഷ് ചെയ്തു. ഇന്ന് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അവിടെ അവർ വിഷ് ചെയ്തിട്ട് ഞാൻ പ്രഭാത സവാരിക്ക് പോയി, നടക്കാനിറങ്ങി. പക്ഷേ തിരിച്ചു വന്നപ്പോഴാണ് ഇത് കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയും ഉണർന്ന് താങ്കൾ വിഷ് ചെയ്തു. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. അതേ എന്നാണ് ഇയാൾ പറഞ്ഞത്. പക്ഷേ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കിടപ്പുമുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന നിലയിലാണ്. ഉറങ്ങിക്കിടന്നപ്പോഴാണ് ഈ അരുംകൊല നടന്നതെന്ന് മൃതദേഹങ്ങൾ കണ്ട മാത്രമേ തന്നെ പോലീസിന് മനസ്സിലായി. ഉറക്കത്തിലാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ ഉണർന്നിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചതെങ്കിൽ അവരുടെ നിലവിളി കേൾക്കുമായിരുന്നു. കാരണം 3 പേരെയും ഒരുമിച്ച് കുത്താൻ പറ്റില്ലല്ലോ. 3 പേരെയും ഒരുമിച്ച് കത്തി കൊണ്ട് കുത്തിക്കൊല്ലാൻ കഴിയുകയില്ല. അങ്ങനെ ചിലപ്പോൾ ഒരാൾ അച്ഛനെ ആക്രമിക്കപ്പെടുമ്പോൾ അമ്മ നിലവിളിക്കാം, അല്ലെങ്കിൽ അമ്മയെ അച്ഛനെ ആക്രമിക്കുന്നിട്ട് മകൾ വീടിന് പുറത്തേക്ക് ഓടി വന്ന് നിലവിളിച്ച് ആളെ കൂട്ടാം. അക്രമിയിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷപ്പെടുമായിരുന്നു. ഇത് 3 പേരും കൊല്ലപ്പെട്ടിരിക്കുന്നു. 3 പേരും ഉറങ്ങിക്കിടക്കുന്ന രീതിയിലാണ് കണ്ടത്. അവരെ ഉറക്കത്തിലാണ് കൊലപ്പെടുത്തിയതെന്ന് മനസ്സിലായി. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞത് ആദ്യത്തെ കളവാണെന്ന് പോലീസ് തിരിച്ചറിയുന്നു. എന്താണ്? അച്ഛനും അമ്മയും താൻ വിഷ് ചെയ്ത ശേഷമാണ്, അതായത് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അവർക്ക് ആശംസ അറിയിച്ച ശേഷമാണ് താൻ നടക്കാൻ പോയതെന്ന് പറയുന്ന മൊഴിയിൽ തന്നെ, ഉത്തരത്തിൽ തന്നെ ആകെ അയാൾ പെട്ടു. രണ്ടാമത്, ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അച്ഛനെ ശത്രുക്കൾ ഉള്ളതായിട്ട് എനിക്കറിയില്ല. അമ്മയ്ക്ക് അല്ല, അനിയത്തിക്ക് ഇല്ല. അങ്ങനെ എല്ലാം കൊണ്ടും അർജുൻ എന്ന ആ ചെറുപ്പക്കാരൻ സംശയ നിഴലിലാകുന്നു. പോലീസ് പിന്നെ ചോദ്യം ഒന്നുകൂടി ബലപ്പിച്ചു. നിങ്ങളല്ലേ ഈ കൊലപാതകങ്ങൾ നടത്തിയത്? പയ്യൻ്റെ പരിഭ്രമം വർദ്ധിച്ചു. അയാൾ സമ്മതിച്ചു. എന്താണ് സമ്മതിച്ചത്? അച്ഛനും അമ്മയ്ക്കും കവിതയോടാണ്, സഹോദരിയോടാണ് കൂടുതൽ പ്രിയം.
എൻ്റെ വിജയങ്ങളിലോ എൻ്റെ വിജയങ്ങളിലോ എൻ്റെ സന്തോഷങ്ങളിലോ അവർ സന്തോഷം കണ്ടെത്താറില്ല. എന്നെ എപ്പോഴും പരിഹസിക്കുകയും ഞാൻ കൊള്ളരുതാത്തവനാണ് എന്ന തരത്തിൽ എന്നെ ആക്ഷേപിക്കുകയും ചെയ്യുന്നു. എനിക്ക് മാനസികമായ ഭയങ്കര വിഷമമുണ്ടാക്കി. അതുമാത്രമല്ല, അച്ഛൻ്റെയും അമ്മയുടെ സ്വത്തുവകകളൊക്കെ എല്ലാം അവൾക്ക് കവിതയ്ക്ക് എഴുതി കൊടുക്കാൻ അവർ തീരുമാനിച്ചു. അതും എന്നെ പ്രകോപിതനാക്കി. എനിക്ക് യാതൊന്നുമില്ല. ഞാൻ ഏറ്റവും മോശപ്പെട്ട ഒരു വ്യക്തിയായി ചിത്രീകരിക്കപ്പെട്ടു സ്വന്തം വീട്ടിൽ. അത് താങ്ങാനാകുന്നതായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കൊലപാതകങ്ങൾ നടത്തിയത്, ഈ ദിവസം തിരഞ്ഞെടുത്തതും. ഉറങ്ങിക്കിടന്ന അച്ഛനെയും അമ്മയെയും കറിക്കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തി, മരണം ഉറപ്പുവരുത്തി. സഹോദരിയെയും അതേ മാതൃകയിൽ തന്നെ കൊന്നു തള്ളി എന്ന് അർജുൻ സമ്മതിച്ചു. അങ്ങനെ അർജുൻ്റെ കയ്യിൽ വിലങ്ങ് വീഴുകയും ചെയ്തു. നാട്ടുകാരാകെ നടുക്കത്തിലാണ്. എങ്ങനെയാണ് സംഭവിച്ചത്? ഈ പയ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇത് ഒരിക്കലും നടക്കാത്തതല്ലേ? ഇയാൾ ഇത്ര ക്രൂരനായിരുന്നു, ഇയാളുടെ മനസ്സിൽ ഇത്രയും ക്രൂരത ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്ന് നാട്ടുകാരും പറയുന്നു. നമുക്കറിയാം, ഇതുപോലൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. കേതൽ ജിൻസൺ രാജ, അച്ഛൻ ഡോക്ടർ രാജയെയും അമ്മ തങ്കത്തെയും അതുപോലെ അനിയത്തിയെയും കൊന്ന സംഭവം. അത് 4 പേരുണ്ടായിരുന്നു. അവരിൽ ബന്ധുവായ ലളിതയെയും ഈ കേതൽ ജിൻസൺ രാജ വകവരുത്തിയിരുന്നു. ആ കേസിൻ്റെ വിചാരണ നടക്കുകയാണ്. പെട്ടെന്ന് ഈ ഡൽഹി സംഭവം വായിച്ചപ്പോൾ, അല്ലെങ്കിൽ ഈ വാർത്ത അറിഞ്ഞപ്പോൾ, അർജുൻ തന്നെയായിരിക്കും പ്രതി എന്ന സംശയം കഴിഞ്ഞ വാർത്തയിൽ ഞാൻ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന സംഭവം കൂടി പുറത്തു വരുമ്പോൾ ഈ കേതൽ ജിൻസൺ രാജയും ഇയാളെയൊക്കെ ചേർത്ത് വെച്ച് നമുക്ക് വായിക്കാം. കേതൽ ജിൻസൺ രാജ ആസ്ട്രൽ പ്രൊജക്ഷനും ഒക്കെ പറഞ്ഞ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് കൊലപാതകത്തിലേക്ക് പോയത്. അവിടെയും ഇങ്ങനെ ഒരു ത്രെഡ് ഉണ്ടായിരുന്നു. അതെന്താണ്? അച്ഛനും അമ്മയ്ക്കും തന്നെ ഇഷ്ടമല്ല, തൻ്റെ പഠന രീതിയോ താൻ നല്ല മിടുക്കനാണെന്ന് പറഞ്ഞിരുന്ന ആളുകൾ താൻ ഉഴപ്പനാണ്, താൻ വീടിന് കൊള്ളരുതാത്തവനാണ്, ബന്ധുക്കൾക്ക് നമുക്ക് സമൂഹത്തിന് തന്നെ നാണക്കേടാണ്, ആ തരത്തിൽ തന്നെ അധിക്ഷേപിക്കുന്നുണ്ട്. മകളുടെ വിജയങ്ങളിലാണ് അവർ ആഘോഷം കണ്ടെത്തിയിരുന്നത്, അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്തിയിരുന്നത്. എന്നെ അവർ തഴയുന്നു എന്ന ചിന്ത കേതൽ ജിൻസൺ രാജയെയും അലട്ടിയിരുന്നു. അതിനപ്പുറമാണ് ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന സംഭവമൊക്കെ വരുന്നത്. അയാളുടെ ബേസിക് വികാരം അച്ഛനും അമ്മയും തന്നെ കരുതുന്നില്ല, തന്നെ സ്നേഹിക്കുന്നില്ല എന്ന ചിന്തയിൽ നിന്നാണ് അവിടെയും കൊലക്കത്തിയല്ല, അവിടെ എടുത്തത് മഴുവാണ്. ഓൺലൈൻ വഴി വാങ്ങിയ മഴുവെടുത്ത് ആളുകളെ വെട്ടിക്കൊല്ലാനും പിന്നീട് ശരീരം മൃതദേഹം കത്തിച്ചു കളയാനും കേതൽ ജിൻസൺ രാജയെ പ്രേരിപ്പിച്ചത്. ഇവിടെയാകട്ടെ അതേ സമാനമായ ത്രെഡാണ്. ഇതാണ്, അമ്മയ്ക്കും അച്ഛനും സഹോദരിയോടാണ് സ്നേഹം, ഉള്ള സ്വത്തുവകകൾ സഹോദരിയുടെ പേരിൽ എഴുതി വെക്കുന്നു, എന്നെ അവോയ്ഡ് ചെയ്യുന്നു, എല്ലാ കാര്യത്തിലും എന്നെ കുറ്റപ്പെടുത്തുന്നു, പരിഹസിക്കുന്നു, പരിഹാസ്യനാക്കുന്നു. ഇത് ഇയാളിലും അർജുനിലും പ്രകോപനം സൃഷ്ടിച്ചു, വൈരാഗ്യം സൃഷ്ടിച്ചു. അച്ഛനും അമ്മയാണെങ്കിൽ പോലും അവരെ വകവരുത്തണമെന്ന ചിന്ത അയാളുടെ മനസ്സിലുടലെടുക്കാൻ കാരണം ഇതാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ആരെങ്കിലും ഈ പ്രേക്ഷകരിൽ രക്ഷിതാക്കളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. മക്കളുണ്ടെങ്കിൽ എല്ലാ മക്കളെയും തുല്യരായി പരിഗണിക്കാൻ ശ്രമിക്കണം. അല്ലാതെ തോറ്റുവരുന്ന മകനെ ഈ അടച്ചാക്ഷേപിക്കുക, പരിഹസിക്കുക, മറ്റൊരാളെ പുകഴ്ത്തി പറയുക, ഇതൊക്കെ അവരുടെ മനസ്സിൽ, കുട്ടികളാണ്, അവരുടെ മനസ്സിൽ വൈരാഗ്യത്തിൻ്റെ, വിരോധത്തിൻ്റെ വിത്തുകൾ പാകും. ആ വിത്തുകൾ വളർന്ന് ഇങ്ങനെ മിടുക്കരായ സമർത്ഥരായി മാറേണ്ട ആളുകളെ, ഒരു കുറ്റവും നാളിന്ന് വരെ ചെയ്യാത്ത ആളുകളെ കൊലയാളികൾ പോലും ആക്കുന്നത് രക്ഷിതാക്കളുടെ ഈ തരംതിരിവ് കൊണ്ടാണ് എന്നൊരു സൂചന കൂടി നൽകുന്നതാണ് കേതൽ ജിൻസൺ രാജയുടെ സംഭവവും അതുപോലെ ഈ അർജുൻ നടത്തിയ കൂട്ടക്കൊലയും.